ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴയിലയിൽ ഉണ്ടാക്കുന്ന ഒരു ചക്കയടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് വാഴയില പറിക്കാൻ എൻ്റെ ഗാർഡനിലേക്ക് പോയാലോ? കണ്ടില്ലേ, ചെറിയൊരു ചട്ടിയിൽ 5-6 ഇലയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു വാഴത്തൈ. ഇതെൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി എനിക്ക് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാലോ കയ്യോ വളരുന്നതെന്നൊക്കെ നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ വളർന്നു വലുതാകാനായിട്ട് ഇവിടുത്തെ കാലാവസ്ഥ ഇതിനെ അനുവദിക്കത്തില്ല. അപ്പോൾ കണ്ടില്ലേ, ചെറിയ തണുപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് തുടങ്ങി. അപ്പോൾ ഇനി ഇത് നശിച്ചു പോകും. അപ്പോൾ അതിനു മുമ്പ് ഇതിനെ എന്തിനെങ്കിലും ഉപകാരത്തിൽ കൊള്ളിക്കണമല്ലോ എന്ന് കരുതിയപ്പോഴാണ് ഞാൻ ഓർത്തത്. എൻ്റെ ചേച്ചി എനിക്ക് നാട്ടിൽ നിന്ന് ചക്ക വരട്ടി തന്നുവിട്ടത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് കുറച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിത് വാഴയിലയും കിട്ടി. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇത് അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ്. അതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും, ഒരു 1/4 ടീസ്പൂൺ നെയ്യും, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഡീഫ്രോസ്റ്റ് ചെയ്ത ചക്ക വരട്ടിയത് 2 കപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പൊടിയിൽ തന്നെ ഈ ചക്കയുടെ വെള്ളം കൊണ്ട് ഇതിങ്ങനെ കുഴഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്രഷ്ഡ് കോൺഫ്ലെക്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇലയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഞാനിത് ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എന്നിട്ട് ചെറിയ ഉരുളകളായിട്ട് വെച്ച് കൊടുത്ത് ചെറിയ ചക്ക പരത്തി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വലിയതും ഉണ്ടാക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഉണ്ടാക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ കഴിക്കാനും ഒക്കെ എളുപ്പമുള്ളതുകൊണ്ട് അങ്ങനെ ഓരോന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ സമയത്ത് ഓൾറെഡി ഞാൻ എൻ്റെ അപ്പച്ചട്ടിയിൽ വെള്ളം വെച്ച് ആവി കയറ്റുന്ന വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ റെഡിയായതിലേക്ക് നമുക്ക് വെക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കൊരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഒന്നും വെന്തിട്ടില്ല. കണ്ടില്ലേ, ഇലയൊക്കെ പച്ചച്ചിരിക്കുന്നത്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ച് ഞാനിതിനെ വേവിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം തണുത്തു, ഇലയെല്ലാം മാറ്റി. ഇതേ കണ്ടില്ലേ, വളരെ ചെറിയ അടകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചായയുടെ കൂടെയാണ് കഴിക്കുന്നത്. വളരെ സോഫ്റ്റാണ് ആൻഡ് വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരിപ്പൊടി എടുക്കുന്നതിൽ നിന്നുള്ള ഇച്ചിരി കൂടുതലായിരിക്കണം ചക്ക എടുക്കാൻ. അപ്പോഴാണ് ഇതിന് വളരെ ടേസ്റ്റ് വരിക. അതങ്ങനെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ്.